പ്രൈസ് ദി ലോർഡ്. എല്ലാവരും യേശു കർത്താവ് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് ഏത് സാഹചര്യത്തിലാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ സമയമായി നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇത് നിങ്ങളെ പ്രത്യേക സമയമാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം AD BC പോലെ രണ്ടായിട്ട് തിരിയുന്ന സമയമാണെന്ന് വിശ്വസിക്കുക. അതിനാണ് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. എത്രയോ പേർ ഇന്ന് ഒരു വഴിയും കാണാതെ ജീവിതം വഴിമുട്ടി മരണത്തിലേക്ക് മാത്രം ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഈ പ്രാർത്ഥനയിൽ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ ഞാൻ മുഖാന്തരം സന്ദർശിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ദൈവം സന്ദർശിച്ചാൽ അവിടെ വിടുതലുകൾ നടക്കും. രൂത്തിന്റെ പുസ്തകം 1 പറയുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് ആഹാരം കൊടുത്തു എന്ന് നവോമി കേട്ടു. ദൈവം ഒരു ജനത്തെ സന്ദർശിച്ചാൽ അവരുടെ അവസ്ഥ മാറും. ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ, സന്ദർശനങ്ങൾ ദൈവം തൻ്റെ മനുഷ്യർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞു, എനിക്ക് അവരുടെ നടുവിൽ വസിക്കാൻ അവരൊരു ആലയമുണ്ടാക്കണം. ദൈവത്തിന് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ജീവിക്കണമെന്ന്, മക്കളുടെ കൂടെ ജീവിക്കണമെന്ന് ഭയങ്കര കാര്യമാണ് മാതാപിതാക്കൾ. ഇതുപോലെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ നമ്മുടെ നടുവിൽ, അതായത് എല്ലാവരോടും ഒരുപോലെ അടുക്കണം. 12 ഗോത്രങ്ങളുണ്ട് ഇസ്രായേൽ. 12ൻ്റെ നടുവിൽ, ലേവി ഗോത്രത്തിൻ്റെ സൈഡിലല്ല വന്നത്, യഹൂദ ഗോത്രത്തിൻ്റെ നടുവിലുമല്ല വന്നത്. 12 ഗോത്രങ്ങളെയും ചുറ്റും നിർത്തിയിട്ട് അതിൻ്റെ നടുവിലേക്ക് ദൈവം വന്നു. എല്ലാവരും തമ്മിലുള്ള ബന്ധം ഒരേ അകലമായിരിക്കണം. ചിലരുമായിട്ട് കൂടുതൽ ബന്ധവും ചിലരുമായിട്ട് അകലവും, ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാവരെയും ഒരുപോലെ ഒരേ അകലത്തിൽ സ്നേഹിക്കാനും കരുതാനും കർത്താവിന് ഇഷ്ടമാണ്. അതേത് മതം ആയാലും ഏത് വർഗത്തിൽപ്പെട്ടതാണെങ്കിലും ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ദൈവം നോക്കുന്നത് എൻ്റെ മക്കൾ ആര്, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് ദൈവത്തിന് ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, പുറമേ നോക്കാതെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട്. ദൈവത്തിൽ നമുക്ക് അടിയുറച്ച് ആശ്രയിക്കാം. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് ഓരോ വരികളും ചേർന്ന് അവരോട് ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. The Lamb upon the throne, I gladly bow my knees and worship you alone.
Elders and angels bow. Redeem, worship you now. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Heavens and angels bow. Redeem, worship you now. Holy, holy, holy are you, Lord. Holy, 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 holy are you, Lord. Holy, holy, holy are you, Lord. Heavens and angels bow. Redeem, worship you now. Holy, holy, holy are you, Lord. ഭൂരിഭാഗം പേർക്കും സുപരിചിതമായ ഒരു വേദഭാഗം, ചിലർക്ക് അറിയാത്തതുമായ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ വായിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ച് ആണ് പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ, അതായത് ക്രൂശിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തോടുകൂടി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നാം നമ്മുടെ അഭിഷേകത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മിലുള്ള അഭിഷേകത്തെ നാം ബഹുമാനിക്കണം. നമുക്ക് അഭിഷിക്തരെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ഭയങ്കര പ്രോഫറ്റാണ് അദ്ദേഹം. ഓ, ആ പ്രോഫറ്റ് ഭയങ്കരമാണ്, ആ അപ്പോസ്തലൻ ഭയങ്കരമാണ്, ആ പാസ്റ്റർ ഭയങ്കര ശുശ്രൂഷയാണ്. മറ്റുള്ളവരുടെ അഭിഷേകത്തെ എല്ലാം നമുക്ക് ബഹുമാനിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ അഭിഷേകത്തെ ബഹുമാനിച്ചുകൂടാ? ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ വലിയ അപ്പോസ്തലന്മാരും അവർ തുടങ്ങിയത് അപ്പോസ്തലനായിട്ടല്ല. ബൈബിളിലെ ശൗൽ, അവൻ രക്ഷിക്കപ്പെട്ട അന്ന് ഒരു അപ്പോസ്തലനല്ല. കണ്ണ് കാണാതെ, കണ്ണിൽ തിമിരം ബാധിച്ച്, പേടിച്ച് വിറച്ച് ഒരു വീട്ടിനകത്ത് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു. അതായിരുന്നു അവൻ്റെ ആദ്യ സ്ഥിതി. യേശുവിൻ്റെ ശബ്ദം കേട്ടതോടെ അവൻ വിറച്ചുപോയി. എന്നാൽ അനന്യാസ് ചെന്ന് കൈവച്ച് അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായിരുന്നു. അവൻ അന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശൗൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ പാർത്തു. ആരുടെ കൂടെ പാർക്കണം? അഭിഷേകത്താൽ നിറഞ്ഞൊരു വ്യക്തി അഭിഷേകത്താൽ നിറഞ്ഞവരുമായിട്ടൊരു ഫെലോഷിപ്പ് വേണം. അവിടെയാണ് അടുത്ത ലെവലിലേക്ക് വളർച്ചയുണ്ടാകുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അഭിഷേകം പ്രാപിച്ച പലരും കൂട്ടുകൂടി നടക്കുന്ന ലോക മനുഷ്യരുടെ കൂടെയാണ്. എനിക്കറിയാം കുറേ ചെറുപ്പക്കാര് ചർച്ചിൽ വരുമ്പോൾ, ഞായറാഴ്ച വരുമ്പോൾ ഭയങ്കര ചർച്ചിലുള്ളവരുമായിട്ട് ഭയങ്കര കൂട്ടും പരിപാടി. 6 ദിവസം വേറും രക്ഷിക്കപ്പെടാത്ത, ദൈവവുമായി ബന്ധമില്ലാത്തവരുമായിട്ട് അവർ പറയുന്നതെല്ലാം പറയും, അവർ പോകുന്നിടത്തെല്ലാം പോകും, അവരുടെ കൂട്ടത്തിൽ തന്നെ തോളെ കൈവിട്ട് നടക്കും. ഞായറാഴ്ച വരുമ്പോൾ ഇവർക്ക് ആരാധിക്കാനും കൈപൊങ്ങൂല, പാടാൻ പാട്ട് വായൊന്നും വരില്ല. അങ്ങനത്തെ ഒരു നിപ്പങ്ങട് നിൽക്കും. കാരണം അവർ 6 ദിവസം അഭിഷേകത്തോട് അല്ലായിരുന്നു അവർക്ക് കൂട്ടായ്മ.
അഭിഷേകം പ്രാപിച്ചവരെപ്പോഴും അഭിഷിക്തരുടെ കൂടെ സമയം ചെലവഴിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മറിയുടെ മേൽ വന്നപ്പോൾ മറിയ നേരെ പോയത് അവളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമേറ്റ ഒരു എലിസബത്ത് ഉണ്ട്, ആ വീട്ടിലോട്ടാണ് പോയത്. ദൂതനാണ് അത് പറഞ്ഞത്. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇപ്പോൾ 6-ാം മാസം. അവൾ നേരെ ആ മലനാട്ടിലോട്ട് പോയി. മറിയ വീട്ടിൽ ചെന്ന് വന്ദനസ്വരം പറഞ്ഞതും വയറ്റിൽ 6 മാസമായിട്ട് ചലിക്കാത്ത കുഞ്ഞ് ചലിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ചലനം ആ ഉള്ളിൽ അമ്മ അനുഭവിച്ചു. വളരെ വാർദ്ധക്യമുള്ളൊരു സ്ത്രീയുടെ വയറ്റിൽ ഒരു കുഞ്ഞ്, അതാണ് യോഹന്നാൻ. എന്നാൽ വളരെ ചെറുപ്പക്കാരുടെ വയറ്റിലും ഒരു കുഞ്ഞ്, അതാണ് യേശു രക്ഷകൻ. അപ്പോൾ ഒരേ അഭിഷേകത്തിൻ്റെ കീഴെ സാക്ഷാൽ രക്ഷകനും രക്ഷകന് വഴിയൊരുക്കുന്നവനും അവരുടെ ചാർച്ചയിലേക്കാണ് വരുന്നത്. ഒരു ഫാമിലിയിലേക്ക് വന്നു കയറി. ആത്മാവിൽ നിറഞ്ഞ മറിയ അത് തിരിച്ചറിഞ്ഞ് അവളുടെ അഭിഷേകത്തെ ഒന്നുകൂടി മൂർച്ച കൂട്ടാൻ അവൾ വന്നു കയറിയത് എവിടെയാണ്? എലിസബത്തിൻ്റെ വീട്ടിലാണ്. അവിടെ പിന്നത്തേതിൽ എലിസബത്ത് പ്രവചിക്കുന്നു, മറിയ പ്രവചിക്കുന്നു, സ്വയം പ്രശംസിക്കുന്നു. ഭൂമിയിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതി ഞാനാണ്, അവളെ ബഹുമാനിക്കുന്നു. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതായത് അഭിഷേകം, നമ്മിലുള്ള അഭിഷേകത്തെ നാം ബഹുമാനിക്കാൻ പഠിക്കണം. അഭിഷേകം നമുക്ക് തന്നെ ഒരു ബഹുമാനം കൊണ്ടുവരികയാണ്. യേശു പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരില്ല. യേശു ക്രിസ്തു തേജസ്കരിക്കാതെ ആത്മാവ് വരില്ല. എന്നാൽ യേശു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു, ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുത്തോട്ട് വാ. അതായത് ഒരു ദാഹമുണ്ടോ, അങ്ങനെയുള്ള വ്യക്തികളെല്ലാം അഭിഷേകം പ്രാപിക്കും. എന്തുകൊണ്ടാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം അഭിഷേകത്താൽ നിറയാത്തത്? അവർക്ക് ദാഹമില്ല. ഒരു താല്പര്യമുണ്ട്, അഭിഷേകം കിട്ടിയാൽ കൊള്ളാം, അഭിഷേകം വേണ്ടവർ, പരിശുദ്ധാത്മാവിന് വേണ്ടവർ കൈപൊക്ക്, എല്ലാവരും കൈ ഇങ്ങനെ പൊക്ക്. ആ പൊക്കൽ കാണുമ്പോഴറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒരു പകുതി പൊക്കുമ്പോൾ കാണുമ്പോഴേ അറിയാം താല്പര്യമുണ്ട്, കിട്ടിയാൽ കൊള്ളാം. ഇനി കുഴപ്പമില്ലാതെ ആരും ഒക്കെ കാണാത്ത രീതിയിലാണെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ കിട്ടിയാൽ കൊള്ളാം. കിട്ടത്തില്ല കുഞ്ഞെ. നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണമെങ്കിൽ ദാഹം വേണം. ദാഹവും താല്പര്യവും രണ്ടാണ്. പലർക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയാത്തത് അവർക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമില്ല. ആഗ്രഹം എന്ന് പറയുന്നത് മാൻ നീർത്തോടിലേക്ക് ചെല്ലുന്നത് പോലെ വലിയ ദാഹത്തോടെ ചെല്ലണം. അതും പുല്ല് തിന്ന മാൻ പുല്ല് തിന്ന് കഴിയുമ്പോഴുണ്ടാകുന്ന ദാഹം തീർക്കാൻ ഇറങ്ങുന്നതാണ് നീർത്തോടുകളിലേക്ക്. അപ്പോൾ ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് എവിടെയാണ് ദാഹം ഉണ്ടാകുന്നത്? വേദപുസ്തകത്തിലെ പുല്ലുകൾ, പച്ചപ്പുൽ മേടുകളിൽ മേയാത്ത താങ്കൾക്ക് ദാഹമുണ്ടാകില്ല. താല്പര്യം എന്ന് പറയുന്ന ആരൊക്കെയോ പറഞ്ഞു, കിട്ടിയാൽ കൊള്ളാം, കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, കിട്ടാതെ ഇത്രയും കാലമൊക്കെ ജീവിച്ചില്ലേ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ആർക്ക് പോയി? കർത്താവിന് പോയി. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടർ ആൾക്കാർ സഭയിലുണ്ട്. ഇവർ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കില്ല. എന്നാൽ ദാഹമുണ്ടാകുന്നത് വിശപ്പുള്ളവർക്കാണ്. ദാഹമുണ്ടാകുന്നത് നന്നായി കഴിക്കുന്നവർക്ക് ദാഹം പെട്ടെന്നുണ്ടാകും. വേദപുസ്തകവുമായി നല്ല ധ്യാന പരിചയശീലമുണ്ടോ, അത് നിങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ദാഹം വർദ്ധിച്ചു വരും. കർത്താവേ, എൻ്റെ ദാഹം വർദ്ധിപ്പിക്കണേ. അല്ല, വിശപ്പുണ്ടാകാൻ ടോണിക്ക് കഴിക്കുന്ന പോലെയാണ്. ഇപ്പം പല സൈസ് ടോണിക്കുകൾ കിട്ടും വിശപ്പുണ്ടാകാൻ. പണ്ടൊരു കൊച്ചുകുട്ടി അവനിങ്ങനെ പ്രാർത്ഥിച്ചു, വിശക്കാതിരിക്കാൻ എന്നെ സഹായിക്കണേ. ആ വീട്ടിലെ ദാരിദ്ര്യ നിമിത്തം വിശക്കാതിരിക്കാനുള്ള മരുന്നുണ്ടോ, ടോണിക്കുണ്ടോ? ഇല്ല. വിശപ്പ് ദൈവം വെച്ചിരിക്കുന്നൊരു സംവിധാനമാണ്. വിശപ്പുള്ള കുഞ്ഞുങ്ങൾ വളരും.
അവർ നന്നായി ഭക്ഷണം കഴിക്കും. വിശപ്പുള്ള കുഞ്ഞുങ്ങളെ കണ്ടാൽ അറിയാം. വിശപ്പും ദാഹവും ഇത് രണ്ടും നമ്മെ വലിയ ഒരു അഭിഷേകത്തിലേക്ക് നയിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് വിശപ്പും ദാഹവും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ സാധ്യത നിങ്ങളിൽ വളരെയധികം കുറവാണ്. അല്ല, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ വളരെയധികം വിശപ്പിക്കുകയും ദാഹിക്കുകയും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിഷേകം വളരെ അടുത്താണ്. നിങ്ങളുടെ അഭിഷേകത്തെ തുറന്ന് നിങ്ങളെ കൃപകളും വരങ്ങളും ജ്വലിക്കും. നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് 9 കൃപാവരങ്ങളും നിങ്ങളിൽ ജ്വലിപ്പിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതോടുകൂടി നിങ്ങളുടെ രീതികൾ മാറും. വലിയ വിശപ്പോടെ വലിയ ദാഹത്തോടെ നിങ്ങൾ പ്രാപിച്ച അഭിഷേകമാണ് നിങ്ങളെ ബഹുമാനത്തിലേക്ക് നയിക്കുന്നത്. അത് നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടുന്നതുമല്ല. കർത്താവ് നമുക്ക് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും ദൈവമാണ് തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കുന്നത്. വലിയ ദാഹം. ദാവീദിനെ നോക്ക്, അവൻ വലിയ അഭിഷിക്തനായിരുന്നു. അവൻ്റെ അഭിഷേകത്തെ അവൻ ബഹുമാനിച്ചു, അവൻ്റെ അഭിഷേകത്തെ അവൻ സൂക്ഷിച്ചു. ശിംശോനോ അവൻ്റെ മേലുള്ള അഭിഷേകത്തെ അവൻ ബഹുമാനിച്ചില്ല, അവൻ്റെ മേലുള്ള അഭിഷേകത്തെ അവൻ സംരക്ഷിച്ചില്ല. അഭിഷേകം പോകാൻ എന്തെല്ലാം ചെയ്യാം അതെല്ലാം അവൻ ചെയ്തു. എത്ര വലിയൊരു അപകടമാണല്ലേ! അഭിഷേകം നഷ്ടപ്പെടാനുള്ളതെല്ലാം അവൻ ചെയ്തു. ശവത്തെ തൊടരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, ആദ്യം അതവൻ ചെയ്തു. സിംഹത്തെ വലിച്ച് കീറിക്കൊന്നു. അവൻ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോൾ സിംഹത്തിൻ്റെ ഉടലിൽ തേനീച്ചക്കൂട്. ആ ശവത്തിനകത്തുള്ള തേനീച്ചക്കൂടിൽ നിന്ന് തേനെടുത്ത് തിന്നു. ശവത്തെ തൊട്ടു. മുന്തിരിത്തോട്ടത്തിലൂടെയാണ് പുള്ളിക്കാരൻ്റെ യാത്ര മുഴുവൻ. ഈ കള്ള് ഷാപ്പിൽ ചില്ലറ മാറാൻ കയറുന്നു എന്ന് ചില മാന്യര് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ കള്ള് ഷാപ്പിൽ നല്ല കറി, ഷാപ്പ് കറി ഉള്ളതുകൊണ്ട് പലരും കള്ള് ഷാപ്പിൽ പോകാറുണ്ട്. എനിക്കറിയാവുന്ന പല പാസ്റ്റർമാരും കള്ള് ഷാപ്പിൽ പോകാറുണ്ട്. എന്താണ്? ഷാപ്പിലെ കറിയാണ് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഒന്നൊന്നാം തരം കറി. അതൊരു സംഭവമാണ് ഷാപ്പിലെ കറി. അതുപോലെ കറി വെക്കാൻ പലർക്കും അറിയില്ല. ഇപ്പോൾ ലുലു പോലെയുള്ള മാളുകളിൽ ഷാപ്പിലെ കറി എന്നും പറഞ്ഞ് കിട്ടും. എന്നാൽ അതിൻ്റെ അത്രയും ക്വാളിറ്റി ഇല്ല, എങ്കിലും എവിടെയൊക്കെ ഒക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത വഴി കൂടി നടന്ന് ശിംശോനെ പോലെ നീ വില മുടക്കി പ്രാപിച്ച നിന്റെ വിലപ്പെട്ട അഭിഷേകം നീ കളയരുത്. ശിംശോനെ വില മുടക്കേണ്ടി വന്നില്ല. അത് ജന്മനാൽ അവൻ്റെ മേൽ ഒരു കൃപ, അവൻ്റെ മാതാപിതാക്കളുടെ ഡെഡിക്കേഷനിൽ നിന്നുണ്ടായതാ. ചിലർ അവരുടെ മാതാപിതാക്കളുടെ ഡെഡിക്കേഷനിലൂടെ, സമർപ്പണത്തിലൂടെ അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഈ വലിയ അഭിഷേകം. ചിലർ ദാവീദിനെ പോലെ നേരിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തതുമാണ്. 2 തരത്തിലുള്ള അഭിഷേകമുണ്ട്. തലമുറയിലൂടെ കൈമാറി കിട്ടുന്ന, പിതാക്കന്മാർ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചതുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് വരുന്ന കൃപ. അതിൻ്റെ വില അടുത്ത തലമുറയ്ക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഒത്തിരി ദൈവവേലക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അഭിഷേകത്തിന് മൂല്യം കൊടുക്കാൻ കഴിയാതെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് നാണക്കേടാണ്, ആത്മാവിൽ ആരാധിക്കുന്നവർക്ക് കുറച്ചിലാണ്. കാരണം ഇതിന് വില മുടക്കി കെട്ടിയതല്ല, ഇവർ വില മുടക്കിയതല്ല, ശിംശോനെ പോലെ കിട്ടിയതാണ്. എന്നാൽ ദാവീദിനെ നോക്ക്, അവൻ അവൻ്റെ അഭിഷേകത്തെ സംരക്ഷിച്ചു. അഭിഷേകത്തെ അവൻ ഉപയോഗിച്ച് അവൻ്റെ ഭാവിയെ പണിതെടുത്തു. മാത്രമല്ല, അവൻ്റെ അഭിഷേകം പോകാതിരിക്കാൻ അവൻ ദൈവത്തോട് കരഞ്ഞു. ചെയ്ത തെറ്റുകൾ നിമിത്തം നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ അഭിഷേകത്തെ ബഹുമാനിക്കണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ, ജീവയാഗത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ് പരിശുദ്ധാത്മാവ്. അതിൻ്റെ ബഹുമാനത്തോടെ നമ്മുടെ മേലുള്ള അഭിഷേകത്തെ നാം കാണുന്നു.
ഞാനൊരു അഭിഷിക്തനാണ്, അഭിഷിക്തയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് നമ്മോടൊരു ബഹുമാനം വേണം. നമ്മുടെ അഭിഷേകത്തെ ബഹുമാനിക്കണം. ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് പോകാൻ കഴിയില്ല. ശിംശോനെ പോലൊരു ദലീലയുടെ മടിയിൽ ഉറങ്ങാൻ കഴിയില്ല. കാരണം നാം അഭിഷേകത്തെ ബഹുമാനിക്കും. ദൈവം എൻ്റെ മേൽ പകർന്നതിനെ ഞാൻ സംരക്ഷിക്കും. അയ്യോ, എൻ്റെ മേൽ നിന്ന് ഈ അഭിഷേകം നഷ്ടപ്പെടരുതേ. വളരെയധികം പ്രാർത്ഥനയോടെ കർത്താവിനോട് അപേക്ഷിക്കുക. നിങ്ങളുടെ അഭിഷേകം നിങ്ങൾക്ക് വിടുതൽ കൊണ്ടുവരും. നിങ്ങളുടെ അഭിഷേകം നിങ്ങളെ രാജ പദവിയിലേക്ക് എത്തിക്കും. നിങ്ങളുടെ അഭിഷേകം നിങ്ങളെ ഉന്നതികളിൽ വാഹനമേറി ഓടുന്നവരാക്കും. നിങ്ങളുടെ അഭിഷേകം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയായിരിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ടവർ അവരുടെ മേലുള്ള അഭിഷേകത്തെ ബഹുമാനിക്കാൻ അവർക്ക് കൃപ കൊടുക്കണം. അവരവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൽ നിലനിൽക്കട്ടെ. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. അവരുടെ കൃപകൾ ജ്വലിക്കട്ടെ. അത്ഭുതങ്ങൾ ഇവരിലൂടെ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കേട്ട സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ അഭിഷേകത്തെ അനേകം മടങ്ങാക്കിയെടുക്കുന്നതാണ്. കർത്താവിൽ ആശ്രയിക്കാം, വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. God bless you.